ഒരു പ്രശ്നം പറ്റിയതിന്റെ പേരിൽ നോക്കുകയാണ് സൈക്കിള്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ MBCയുടെ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു റൈഡ് നമ്മുടെ കോട്ടപ്പുറത്ത് നിന്ന് അതിരപ്പള്ളി വരെ ഞങ്ങൾ പോവുകയാണ്. അപ്പം എല്ലാവരും കണ്ട് നിങ്ങൾ വിജയിപ്പിച്ചു തരണം. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. രണ്ടുപേരെ സൈക്കിളും ഉള്ളൂ ലൈറ്റ്. വളരെ ബുദ്ധിമുട്ടാണ്. കയറ്റപ്പോ ഭയങ്കര കയറ്റം. അടച്ചു. ഇനി എത്ര കയറ്റം കയറാൻ കിടക്കണം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മാള സെന്ററിലെത്തിയേക്കാണ്. ഉള്ളക്കയറ്റം മുഴുവൻ ചവിട്ടിക്കയറി ലാസ്റ്റ് മാള സെന്ററിലെത്തിയേക്കണത്. നമ്മുടെ ടീമുകളൊക്കെ എല്ലാവരും ശരിയായി. 54 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് അതിരപ്പള്ളി എത്താനായിട്ട്. 54 കിലോമീറ്റർ. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഇതോടി ഒത്തോട്ട് ചവിട്ടിക്ക് ഓടിയ പോകാൻ പറ്റില്ല. ഇപ്പോൾ മനസ്സിലായി. മാള വരെ ചവിട്ടിയപ്പോൾ നല്ലൊരു പരിപ്പായി. അതെ, ബിജു
എങ്ങനെയുണ്ട് സൈക്കിൾ ഓടിയിട്ട്? നല്ല എക്സ്പീരിയൻസ് ആണ് സൈക്കിൾ ചവിട്ടുന്നത്. എല്ലാ ദിവസവും 2 വീലർ ഓടിക്കുന്നവർ 1 മണിക്കൂറെങ്കിലും സൈക്കിൾ ഓടും. അല്ലാതെ നീ എപ്പോഴും ഞങ്ങൾ പെട്ടിരിക്കണ കയറ്റം കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചവിട്ടാനായിട്ട്. സൈക്കിൾ സൈക്കിൾ ചവിട്ടി കയറുന്നത് 5-10 കൊല്ലം ശേഷമാണ് ഞാൻ ഈ സൈക്കിൾ ഓടുന്നത്. മനസ്സിലായി പോവില്ല കേട്ടാ, അത് ഉറപ്പാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് യാദൃശ്ചികമായിട്ടാണ് ഒരു കുറച്ച് പ്രതിമകളും പിന്നെ നമ്മുടെ ആ ഒരു സൂര്യൻ്റെ വെളിച്ചവും കുറച്ച് കോടയൊക്കെ അങ്ങനെ കണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് എവിടെയോ ആണ് നമ്മുടെ ഒരു കൂട്ടുകാരന് വിവാഹം ചെയ്ത് കഴിച്ചേക്കുന്നത്. ജിജി എന്നുള്ള പേര് കഴിച്ചേക്കുന്നത് ഞങ്ങൾക്കറിയാം, പക്ഷേ എവിടെയൊന്നും അറിയില്ല കറക്റ്റായിട്ട്. ഞാൻ അന്വേഷണം പിടിച്ച് നോക്കട്ടെ. രാവിലെ തന്നെയാണ്. അപ്പോൾ ജിജിക്കും ജിജിനെ കെട്ടിയാനും ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോണേ. ഞങ്ങൾ കണ്ടോ കേട്ടാ. ജിജി മോൾ അത് കുഴപ്പമില്ല, കാലത്ത് തന്നെയുള്ള കാര്യമല്ല. ഫേസ്ബുക്കില്ല, യൂട്യൂബിലേക്ക് വരും. അളിയൻ, നമ്മുടെ അളിയൻ. നമ്മുടെ അളിയൻ കണി കണി കൂട്ടുകാരെ, നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാർ ജിജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ജിജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചായയും കേക്കൊക്കെ പിന്നെ അവർക്കൂടി നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് പതിയെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് പതിയെ അങ്ങോട്ട് യാത്ര തുടരാം.
വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. സൈക്കിളിന് ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയതിൻ്റെ പേരിൽ നോക്കുകയാണ് സൈക്കിള്. അത് പറഞ്ഞാണ് ഈ ബ്രേക്ക് കട്ട ഒരേനാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ വേറെ ഓപ്പണ കേട്ടോ ചേച്ചി പോവാ. ഞങ്ങളിപ്പോൾ ചാലക്കുടി ടൗണ് കഴിഞ്ഞ് കുറച്ചും കൂടി നീങ്ങിയൊക്കെയാണ്. ഇപ്പൊ നമ്മ അതിരപ്പിള്ളേർ വീട്ടിൽ കയറിയൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ഇനി ആൾക്കാണ് പോകേണ്ടത്, ഇവിടെ നമുക്ക് പോകേണ്ടത് അതിരപ്പിള്ളേർ വീട്ടിൽ കയറിയേക്കണം. ഇപ്പൊ ഇവിടെ നിന്നൊരു 31 കിലോമീറ്റർ നമുക്ക് ചോട്ടണി. ഞങ്ങൾ ഒരു ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെസ്റ്റ് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കയറി വരുന്നുള്ളൂ കേട്ടോ. ഞാൻ കയറി എത്തി കഥച്ചെത്തി. 1 കിലോമീറ്റർ കറന്നിരുത്തള്ളിയാണ്. കിതപ്പ് കണ്ട, ക്ഷീണം കണ്ട.
ഇതേപോലെ ഒരു യാത്ര ആദ്യമായിട്ട് നമ്മുടെ ചോക്ലേറ്റ്, ചക്ക, കരിക്ക്, അത്തിപ്പഴം, സ്പാനിഷ് പ്ലേറ്റ്, ബട്ടർ സ്കോച്ച്, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, ഈ ചക്ക. ചേട്ടാ നമ്മുടെ യോഗിയുടെ നിങ്ങൾക്ക് ചക്ക മതിയോ? ചക്ക, ഐസ്ക്രീം, ഐസ്ക്രീം. അവർക്ക് എടുത്ത അയച്ചു കൊടുക്കും. ഏതാണ്? ചോക്ലേറ്റ് മതിയാണ്. പേരയ്ക്ക ഐസ്ക്രീം, ചോക്ലേറ്റ് അവരൊക്കെ കയറിപ്പോണണ്ട, നമ്മക്ക് ഇതേപോലെ കയറിപ്പോവാനും പറ്റുള്ള. അതുപോലെ നമുക്ക് അത്ര പതുക്കെ നമുക്ക് കയറി പോവാം. അപ്പം നമുക്ക് കയറി പോവാം. ചോക്ലേറ്റ്, ചക്ക, കരിക്ക്, അത്തിപ്പഴം, സ്പാനിഷ് പ്ലേറ്റ്, ബട്ടർ സ്കോച്ച്, പിസ്ത, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, ഇഞ്ചി, വാനില. ഓക്കെ, വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കൊള്ളുക, വരുന്നില്ലേ എന്നൊക്കെ. ഒരു സൂപ്പർ ഇറക്കും. ചുവന്നോ നല്ലൊരു കയറ്റോർന്ന് സൈക്കിൾ തള്ളി അത് കിട്ടു. ഇതിപ്പോൾ മുകളിലെത്തി ഇനി നല്ലൊരു ഇറക്കം. ആവു സന്തോഷമായി. ഞാൻ ഇത്രയും വളവ് ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതിരപ്പള്ളിനോട് ഏറെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം ദൂരമില്ല അവിടേക്ക്. എന്നുവെച്ചാൽ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ നീർച്ചാൽ ഇവിടെ എൻ്റെ ബാക്കിൽ കാണാം. വെയിലാണ്, അപ്പോൾ ക്ലിയർ ആവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഇപ്പോൾ കാണുന്നില്ലേ, ഇത് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് നേരെ ചെന്ന് ചാലക്കുടി പുഴയിലാണ് അവസാനിക്കുന്നത്. അതിരപ്പള്ളി എത്തിയേക്കാണ്. അപ്പോൾ ഇനി പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാൾക്ക് 40 രൂപ വെച്ചാണ് വന്നേക്കണത്, 200 രൂപ. ഓക്കെ, ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ മുകളിലെത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ്. നമുക്ക് ക്യൂവിൽ നിൽക്കണം. ഇവിടെ കൊറോണ കാരണേ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഈ അടുത്ത് തുറന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തുറന്നതിൻ്റെ കാരണം ഭയങ്കര തിരക്കായിക്കോളും. അകത്തേക്കൊരു 100 പേരെ പ്രവേശനമുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പുറത്തും ആൾക്കാരുണ്ട്. അകത്തിഞ്ഞ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മ അതിരപ്പള്ളിയുടെ മുകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു. വെളുപ്പിന് 5:30 പുറപ്പെട്ടിട്ട് 12:50 നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ. ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്, അതിരപ്പള്ളി മുകളിൽ. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തിയത്. കാരണം വെച്ചാൽ കയ്യിലുള്ള സൈക്കിള് പഴയ സൈക്കിളാണ്. അതൊക്കെ ഡയറക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. 5 പേര് ഇല്ലില്ല, ജീവനത്തിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരിച്ചില്ല, വെള്ളം കുറവാണ്. അതെടുത്തോട്ടാ. അതാണ് മുകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ് നമുക്കിപ്പോൾ കണ്ടത്. ഇതിൽ വെള്ളം ഭയങ്കര കുറവാണ്. വെള്ളച്ചാട്ടത്തിലും ഭയങ്കരമായിട്ട് വെള്ളം കുറവാണ്. മഴ കുറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കിനി താഴ്ഭാഗത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.
ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അതിർത്തിയിട ഭംഗിയൊക്കെ ആസ്വദിച്ചു. മുകൾ ഭാഗത്തും അടിഭാഗത്തും എല്ലാവർക്കും നമുക്ക് ഇറങ്ങി നടന്നു എല്ലാം നമുക്ക് കണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരെ നമ്മുടെ എല്ലാത്തിനും അവസാനിപ്പിച്ച് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ചവിട്ടിക്കൊണ്ട് നമ്മൾ സൈക്കിൾ എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ആ സൈക്കിൾ ഞങ്ങൾ ചവിട്ടിക്കൊണ്ട് സൈക്കിൾ ഒന്ന് കണ്ടുപോയിക്കുന്നു. സൈക്കിൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. പുലിക്കുട്ടികളെ ഇത്രയും ദൂരം എത്തിച്ച പുലിക്കുട്ടികളെന്ന് കാണിച്ചു തരും എനിക്ക് കേട്ടാ. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഞങ്ങളിവിടെ എത്തിച്ച ആ പുലിക്കുട്ടികളെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. ഇതിൽ മാറ്റുമോ കറക്റ്റ് കിട്ടും. ഇത് വേറെ ജൂബിൾ എടുത്ത് മാറ്റാൻ ജൂബിൾ എടുത്ത് മാറ്റും. നമ്മുടെ അതിരപ്പള്ളി യാത്ര ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങൾ വന്ന വാഹനവും ഈ എവിടെ നിന്ന് വന്നതെന്നൊക്കെ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്താണ് ഇത്രയും ദൂരം ഞങ്ങൾ ആ സൈക്കിൾ വെച്ച് ചവിട്ടി പോകുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സൈക്കിൾ കിട്ടാത്തൊരവസ്ഥ കാരണമാണ് ഞങ്ങൾ ഈ സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. കൂട്ടുകാരന്മാർ സഹായിച്ചതിന് വരുന്നത് നമുക്ക് സൈക്കിൾ കിട്ടുക തന്നെ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആത്മീയസം കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരു ട്രിപ്പ് താമസിയാതെ ഇത് നമ്മ നാട്ടിൽ വെറുതെ സൈക്കിൾ ഓടിക്കുന്നുണ്ടെങ്കിലും ഈ ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 51-55 കിലോമീറ്ററൊക്കെ ഞങ്ങൾ ആദ്യം ചവിട്ടുന്നത്. അതുപോലെ ഇത്രയും വലിയ കയറ്റുണ്ടാവുമെന്ന് ഈ ജന്മണ്ടായാലും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. കണ്ട കാലം തുടങ്ങി ഇവിടെ അതിരപ്പള്ളി വന്നെങ്കിലും ആദ്യമായിട്ടാണ് സൈക്കിളിൽ നിങ്ങൾക്കൊരു വരെ വന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ആദ്യം ചവിട്ടി കയറ്റി ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇനി കയറാമെന്നുള്ളത്. അപ്പോൾ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഞാൻ ജിതിൻ. ഞങ്ങൾക്ക് അന്ന് കുറച്ച് പരിമിതികളുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം ഈ മുഴുവനായിട്ട് ഇടാൻ പറ്റാൻ എനിക്ക്. അതിപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ മറ്റൊരു ലൊക്കേഷനിൽ വെച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നൈസായിട്ട് മുടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് മുഖേന ഞങ്ങളെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നമുക്ക് അടുത്ത ഞങ്ങളുടെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യും. കമൻറ്റ് ഇടാൻ മറക്കണ്ട. ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ് മല്ലു